ഞാന് സേത്തൻ, പിന്നെന്താ. എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഓരോ സേത്തനും ഓരോ ഏഞ്ചലും ഉണ്ട്. എന്റെ ഗ്രാനിയുടെ പർസില് എപ്പോഴും കാശുണ്ട്. സോ വെൻ ഷി വാസ് സ്ലീപ്പിംഗ് ഐ വുഡ് ടേക്ക് ആൻഡ് സ്ലോലി ടേക്ക് ഇറ്റ് ഔട്ട്. ആക്ടറായ ഒറിജിനൽ ആയിട്ട് കരയുന്നല്ലേ, ഇപ്പൊ ക്യാരക്ടർ ഒറിജിനൽ ആയിട്ട് കരഞ്ഞെങ്കിൽ ഐ തിങ്ക് ഐ ഹാവ് നെവർ യൂസ്ഡ് ഗ്ലിസറിൻ. 14-15 people in one room and there was one washroom. First person needs to wake up at 3 o'clock so that the last person will be ready at 6. So it was done with lot of struggle, but at that time namakku angane thonnilla. We didn't feel that we are struggling or we are doing something hard or anything. We were loving it. I love you, you must love me. 30 ലക്ഷം രൂപ കൊണ്ട് ഒരു സിനിമ എടുക്കുക, അത് ബോക്സ് ഓഫീസിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവുക, ഏകദേശം 6 കോടിയിലധികം കളക്ട് ചെയ്യുക. ആ സിനിമയിലൂടെ കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി ആയ ഡയറക്ടറാണ്, ആക്ടറാണ്, റൈറ്ററാണ്, സിംഗറാണ് ഇന്ന് എൻ്റെ കൂടെ. വെൽക്കം ടു മൈ ഷോ. സിംഗറല്ലേ, ബട്ട് ഓക്കെ, താങ്ക് യു. പാട്ട് പഠിച്ചിട്ടില്ലേ? അത് പാട്ടല്ല, അത് ഒരു റാപ്പിഡ് പോലെ, അത് പാട്ടൊന്നും അല്ല. ഒരു പടത്തിൽ അത് ചെയ്തിട്ടുണ്ട്. പണ്ട് ആർജി ആയിരുന്നല്ലേ? അതെ, ആർജയായിരുന്നു. വിട്ടു കഴിഞ്ഞപ്പോൾ വിഷമം തോന്നിയായിരുന്നു? വിഷമായി. എനിക്ക് ആർജയെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒരു ഇതുണ്ട്, എന്താ ഒരു സെറ്റപ്പ് ഉണ്ട്. ഒരു ആർജെ ലിങ്ക് പറഞ്ഞെങ്കിൽ ഒരു മിനിറ്റിൽ ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, ഒരു എൻഡ് ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്റ്റോറി ടെല്ലിംഗ് വർക്ക് ആർജയിങ് ദ. സോ ഐ വളരെ വിഷമപ്പെട്ടു. വെൻ ഐ ലെഫ്റ്റ് ഇറ്റ് ഐ റിയലി ഫെൽറ്റ് ബാഡ്. ഇപ്പൊ തോന്നുന്നുണ്ടോ ആർജി ആവണമെന്ന്? ഇപ്പൊ ഇല്ല. ഇപ്പോ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ഇവിടെ ആർജിയുടെ വേക്കൻസി ഉണ്ട്. അങ്ങനെ മലയാളം അത്ര ഫ്ലുവൻസി ഇല്ല. സോ ഇപ്പോ ഐ എം വെരി ഹാപ്പി ബിക്കോസ് ഇറ്റ്സ് മച്ച് മോർ ബിഗർ പ്ലാറ്റ്ഫോം ടു ടെൽ സ്റ്റോറീസ്. ഇപ്പൊ റെസ്ട്രിക്ഷൻ ഇല്ല. പണ്ടേ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും കേട്ടിരിക്കുന്ന ആളാണ്, ഭയങ്കര നല്ല ലിസണർ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആണോ? എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഗ്രാനിയുടെ I was always asking her to tell stories. So every single night she needs to tell stories or else I won't let her sleep. And it actually went till degree. Even when I was in degree, I I want the stories. എൻ്റെ ഓർമ്മയിൽ ഞാൻ പണ്ടെപ്പോഴും പറയുന്നിട്ടുണ്ട്, പണ്ട് ദൂരദർശനിൽ ഇങ്ങനെ കണ്ടിരിക്കുമായിരുന്നു കഥ എന്ന്. ആണോ? How do you know that? So when I was a kid, it was very easy to handle me. Even when I was a very, very small infant. If you leave me in front of the TV, I won't cry or anything. Like just listening to sound, visuals and I would sit like this. Wow. But yeah, Doordarshana was our inspiration for the first time. ആദ്യത്തെ സിനിമയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതെ, 30 ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ എടുക്കുന്നു, 6 കോടിയിലധികം രൂപ കളക്ട് ചെയ്യുന്നു. അതെ, മൊട്ടക്കഥ എന്ന സിനിമ. അതെ. എങ്ങനെ അതിന്റെ തോട്ട് വന്നു? വളരെ ട്രൈ ചെയ്തു. എനിക്ക് I didn't get a chance to do film at all. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഫിലിമിൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എനിക്ക് സ്റ്റോറിയിൽ ഇൻട്രസ്റ്റ്. അപ്പോൾ എനിക്ക് ഇന്നൊരു തോട്ട് വന്നു, ഓക്കെ വിൽ ഡു എ ഷോർട്ട് ഫിലിം. അപ്പോൾ ആ ടൈമിൽ എൻ്റെ കൂടെ ഒരു ഇതില്ല, ഐ ഡോണ്ട് ഹാവ് എനി മണി അറ്റ് ഓൾ. സോ വാട്ട് ഐ ഡിഡ് വാസ് ഐ കാൻറ്റ് പേ ആക്ടേഴ്സ്. സോ ദെൻ ഐ കനോട്ട് കാസ്റ്റ് എനിബഡി. സോ ലെറ്റ് മീ കാസ്റ്റ് മൈ സെൽഫ്. അപ്പോൾ ഏത് സ്റ്റോറി എഴുതുക? അപ്പോൾ എനിക്ക് എൻ്റെ ഇത് മൊട്ടത്തലയുടെ സ്റ്റോറി, okay, because I can write a comedy and it is because I am acting, let me write a comedy about my head who has a very imperfect love story. അങ്ങനെ അത് സ്റ്റാർട്ടിങ് അങ്ങനെ ആ ഐഡിയ വന്നു. പിന്നെ അത് ഷോർട്ട് ഫിലിം എഴുതി, പിന്നെ ഞാൻ പ്രസൻറ്റേഷൻ തന്നു എൻ്റെ ഫ്രണ്ട്സിക്ക്. അതിൽ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഞാൻ ഇതിന് ഫിലിം ചെയ്യൂ, ബട്ട് ഇതിൻ്റെ ബഡ്ജറ്റ് 20-25. If it crosses it, I don't have money. So then I actually wrote it as a film and fortunately that became film. മലയാളത്തിലേക്ക് അത് റീമേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. തമാശ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ തമാശ? കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നന്നായിട്ട് വന്നിട്ടുണ്ട്. മലയാളത്തിൽ അതിന്റെ പേര് തമാശ എന്നാണ്. അതെ, തമാശ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആണോ? ഭയങ്കരമായിട്ട് തമാശ പറയുന്നത്. I am a prankster basically. In between I do films. എടുത്തു വെക്കേണ്ട ഒരു ചോദ്യം കോസ്റ്റ്യൂമാണ്. എപ്പോ കണ്ടാലും ഭയങ്കര ഡിഫറെന്റ് കോസ്റ്റ്യൂം, മുണ്ടെടുത്ത് മാത്രമേ കാണുന്നുള്ളൂ, അതും കളർഫുൾ മുണ്ട്. അതെ, എവിടെ നിന്ന് ഒപ്പിക്കുന്നു? എന്താ ഈ കോസ്റ്റ്യൂമിന്റെ? ഇതെല്ലാം ഓൺലൈന്. ഞാൻ ഗരുഡഗമന ഋഷഭവാഹന പടം വെൻ ഐ ഇൻവോൾവ് ഇൻ ഇറ്റ്, അതിൻ്റെ ക്യാരക്ടർ എപ്പോഴും മുണ്ടിൽ ഇരിക്കും. ആൻഡ് എനിക്ക് ഇതില്ല, ഹാബിറ്റ് ഇല്ല. സോ whenever I want to do a role, I want to know how they feel and how they wear the costume and how they move in that costume. അപ്പോൾ ഞാൻ മുണ്ട്, when I was writing, I started wearing mundu. But it became such a beautiful thing to me and പിന്നെ ഇതേ കോസ്റ്റ്യൂമായി.
So appo like you cannot wear the same color, so we started online. Then like in Kerala you will find 1001 colors. So online like we bought everything and that became my costume. ഈ മുണ്ടൊക്കെ ഇപ്പൊ കേരളത്തിൽ നിന്നാണോ? കേരളത്തിൽ കിട്ടും, അസ്സാമിൽ കിട്ടും, ബംഗാളിൽ കിട്ടും, വേറെ വേറെ കളർ മുണ്ട് കിട്ടും. ഇപ്പൊ കയ്യിലെത്ര മുണ്ടുണ്ട് അറിയില്ല, 20-25. മലയാളം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ ഒരു പടം ചെയ്തിട്ടുണ്ട് ഇവിടെ, രുതിരം. സോ ആ പടത്തിന് വേണ്ടി കുറച്ച് പഠിച്ചു, ഇപ്പൊ കുറച്ച് പ്രാക്ടീസ് പോയി. സോ വെനെവർ ഐ ഹാവ് പീപ്പിൾ അറൌണ്ട് മീ ഐ ക്യാൻ സ്പീക്ക് എ ലോട്ട് ബെറ്റർ. ബട്ട് ഐ എം വെരി സാഡ് ദാറ്റ് like I can only speak this much. If I'm able to read one language, like if I am able to read Malayalam, I would be very happy. If I'm able to read Tamil, because then I have so much literature to read and everything. എത്ര ഭാഷ അറിയാം? ഇല്ല അത്ര ഭാഷ. ഇപ്പോൾ തുളു അറിയൂ, തുളു എൻ്റെ മദർ ടങ്. കന്നഡ, ഹിന്ദി അറിയൂ, ഇംഗ്ലീഷ് അറിയൂ. ഇത്ര ഒരു ലാംഗ്വേജ് ഉണ്ട് അവിടെ, ബ്യാരി. അത് മലബാറുടെ മുസ്ലിംസ് അവിടെ മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ പോയി. ആ കമ്മ്യൂണിറ്റി പിന്നെ മലയാളംൻ്റെ സെപ്പറേറ്റ് ഒരു ലാംഗ്വേജ് ഉണ്ടാക്കി. അതിൻ്റെ ലാംഗ്വേജിന്റെ പേരാ ബ്യാരി. ആ ലാംഗ്വേജും അറിയൂ. പുതിയ പടത്തിലേക്ക് വരാം, ടോബിയിലേക്ക് വരാം. എന്താണ് ടോബി? ടോബി ഒരു സീരിയസ് ഫാദർ ആൻഡ് ഡോട്ടർ റിലേഷൻ്റെ ഇതിൻ്റെ the story of but I really love whenever we are very sophisticated, നമ്മുടെ സ്നേഹത്തിക്ക് എപ്പോഴും വേർഡ്സ് very important. But when it goes to another sector of people where we normally don't see, we normally won't give attention, so societally very lower standards of life they will be living because of us, their love is very different. സോ അങ്ങനത്തെ ഒരു ഫാദറുടെ ഒരു സ്റ്റോറി, ഫാദർ പിന്നെ അവൻ്റെ മോളുടെ സ്റ്റോറി. മുമ്പ് കണ്ട ശിവ ഭയങ്കര മിസ്റ്ററി ആയിരുന്നു. മുന്നത്തെ പടത്തിൽ അതെ, ശിവയും ടോബിയും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട്? ടോബി വളരെ സിമ്പിളാ, ശിവ വളരെ മിസ്റ്റീരിയസ്. പിന്നെ വി കൻ സീ ടോബി ഇൻ എവറി വില്ലേജ്. എല്ലാ വില്ലേജിനും ഒരു ആളിങ്ങനെ തന്നെ അടിച്ചിട്ട് ഹി വിൽ ബി ഇറസ്പോൺസിബിൾ, ഗോയിങ് അറൗണ്ട് ടെല്ലിങ് സ്റ്റോറീസ്, ടോക്കിംഗ്. അങ്ങനത്തെ ഒരു വളരെ സിമ്പിളായ ഒരു മനുഷ്യൻ. സോ ഐ തിങ്ക് ഹീ ഈസ് മച്ച് മോർ സിംപ്ലർ ആൻഡ് മച്ച് മോർ റിലേറ്റബിൾ. സോ ശിവ വാസ് മച്ച് മോർ സ്കേറി ആൻഡ് യു വാണ്ട് ടു ബി ഹിസ് ഫ്രണ്ട് ബട്ട് സ്റ്റിൽ യു ഡോണ്ട് വാണ്ട് ടു ബി ഹിസ് ഫ്രണ്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ. ടോബിയുടെ ട്രെയിലറിന്റെ താഴെ ഒരാൾ എഴുതിയൊരു പോയിന്റ് ഉണ്ട്. നിങ്ങളുടെ കുറേ ഇന്റർവ്യൂവിന്റെ താഴെ ഒരാൾ എഴുതിയൊരു വാക്കുണ്ട്, കന്നഡയിലേക്ക് ഓസ്കാർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അത് സംടൈംസ് പീപ്പിൾ ഗെറ്റ് സോ വെരി ഓവർവെൽംഡ് ആൻഡ് ദേ get carried over, I think. അങ്ങനെ ഒന്നുമില്ല. You need to see people who are doing stuff, who are doing great films. When we see that we feel as if we are not doing anything just because they love, they put words, that's all. ടോബിയിൽ സാത്താനെ കുറിച്ച് പറയുന്നുണ്ട്. അതെ, സാത്താനെ കണ്ടിട്ടുണ്ടോ? പേടിയുണ്ടോ? ഞാൻ സാത്താൻ പിന്നെന്താ, എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഓരോ സേത്തനും ഒരു ഏഞ്ചലും ഉണ്ട്. ആരിന്റെ നർച്ചർ നമ്മ ചെയ്യൂ, അത് നമ്മ ഐ തിങ്ക് I am the Satan. ഒന്ന് ദൈവം പിടിക്കുന്നു, മറ്റൊന്ന് സാത്താൻ പിടിക്കുന്നു. അതെ, ഇതിൽ അങ്ങനത്തെ കൾച്ചറൽ എലിമെന്റ്, അങ്ങനത്തെ ഒരു സ്റ്റോറിയിൽ അങ്ങനെ ഒരു സിമ്പിളായ ഒരു ഫാമിലി സ്റ്റോറിയാ ഇത്. സോ ടു every person will be very different in other person's eyes. So for one he will Maramandan and for another person he will be a Satan. So that is the explanation of it. ഇതിന്റെ ട്രെയിലർ കാണിക്കുന്ന മറ്റൊരു സാധനമാണ്, കുടുക്കയിൽ നിന്ന് കാശ് എടുക്കുന്നുണ്ട്. അതെ, കുടുക്ക മീൻസ് ഹുണ്ടി. അതെ, ചെയ്തിട്ടുണ്ട്. ആണോ? എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? എന്റെ ഗ്രാനിയുടെ പർസില് എപ്പോഴും കാശുണ്ട്. സോ വെൻ ഷി വാസ് സ്ലീപ്പിംഗ് ഐ വുഡ് ടേക്ക് ആൻഡ് സ്ലോലി ടേക്ക് ഇറ്റ് ഔട്ട്. യു ഹാവ് ഡൺ ഇറ്റ്? ഞാൻ അങ്ങനെയാണ് ഇഷ്ടം പോലെ സിനിമ കണ്ടിട്ടുള്ളത്. കുറച്ചു കാലം മുമ്പേ 10 രൂപയും 15 രൂപയൊക്കെ ആയിരുന്നല്ലോ സി ക്ലാസ്. അതെ അതെ അതെ, അന്ന് ഞാൻ ഇങ്ങനെ പൈസ എടുത്ത് പോയിട്ട് ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ എഴുതിയിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ മലയാളികൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് സിനിമകൾ എഴുതിയിട്ടുണ്ട്. എങ്ങനെ എഴുത്തിന്റെ പ്രോസസ്സ്? Sometimes what happens is I think stories finds you most of the time. ഇപ്പോൾ ഒന്നുമൊട്ടയൊക്കത്തെ അത് ആക്സിഡൻറ്റാണ്. എനിക്കത് ഷോർട്ട് ഫിലിമായി തോന്നി. പിന്നെ വേറെ ഇൻ്റർവെൻഷനിൽ അത് ഒരു പടമായി. അതിൻ്റെ ഇൻറ്റൻഷൻ ഇത്ര, വെൻ ഐ വാസ് റൈറ്റിംഗ് ഐ നീഡ് ടു മേക്ക് ദിസ് എ എൻ്റർടൈനിങ് കോമഡി. ഇല്ലെങ്കിൽ എൻ്റെ പ്രൊഡ്യൂസറുടെ പേജ് പോവും. ആ പ്രൊഡ്യൂസർക്ക് 25 lakhs വെൽത്ത്. അപ്പോൾ ഐ നീഡ് ടു ബി വെരി കെയർഫുൾ ടു മേക്ക് ഇറ്റ് വെരി എൻ്റർടൈനിങ്. And that was its intention, and fortunately it worked. Even in Karnataka it worked, and fortunately it went to Hindi and Malayalam in remake. But when I was doing Garuda Gamana Rishivana, and
ഐ വാസ് വാച്ചിങ് യക്ഷഗാന. ഇവിടെ അത് എന്താ കഥകളിയുടെ പോലത്തെ ഒരു സാധനം അവിടെ കാസർഗോഡുണ്ട് കാസർഗോഡിലുണ്ട് യക്ഷഗാന, അറിയല്ലേ? അറിയാം. അതെ അതെ അതെ. അവിടെ ഒരു സ്റ്റോറി വന്നു, ദേവി മഹാത്മയുടെ ഒരു സ്റ്റോറി വന്നു. അവിടെ ദേവി ബ്രഹ്മ വിഷ്ണു മഹേശ്വർക്ക് ജന്മ ലൈക്ക് ഷീ വിൽ ഗിവ് ബർത്ത് ടു ദം ആൻഡ് ഷീ വിൽ അസൈൻ എവറി റോൾ. ബ്രഹ്മ നീ പോയിട്ട് സൃഷ്ടി ചെയ്, ആൻഡ് വിഷ്ണു സ്ഥിതി, ആൻഡ് ശിവ ലയ. So but after that they will keep on fighting with each other. So I am the biggest, my role is the biggest, that this and everything. After ഒന്ന് മുട്ടയൊക്കത്തെ നമ്മുടെ ടീമിലും അങ്ങനെ ആയി. So അതിൻ്റെ സക്സസ്, ആരുടെ സക്സസ്, ആൻഡ് that discussion started happening, that division started coming. അപ്പോൾ എനിക്ക് so when I watched that Yakshagana in my childhood, that really hit me. Do gods fight? Do gods have egos? And then when we started fighting, then we need to speak about this ego, how we grow together accidentally, and then how we fight that, okay, this is mine, this is mine. And that became Garuda Gamana Rishabhana. Adikku adinde oru mythological element vannu, because its first inspiration was Yakshagana story. Angane adinte mythological inspiration vannu. So ingane you never know how you write. Most of the times it's like your childhood inspiration or some question in you. So പറയാൻ പറ്റില്ല എങ്ങനെ. എഴുതിയ കുറച്ച് സിനിമകളെ കുറിച്ച് ഞാൻ ചോദിക്കാം. അതിൽ നിന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ആ തോട്ട് എങ്ങനെ വന്നു എനിക്ക് പറഞ്ഞു. ആദ്യം പുതിയ സിനിമ ടോബി, അത് TK ദയാനന്ദ് ഒരു റൈറ്റർ ഉണ്ട്, ആളുടെ ഒരു ചെറുതായിട്ടുള്ള സ്റ്റോറി. അതിലൊരു ക്യാരക്ടർ ഉണ്ട്, ആ ക്യാരക്ടർക്ക് ഊമയാണ്. സോ ഹി കനോട്ട് സ്പീക്ക്. ആ ക്യാരക്ടറുടെ പേര് ടോബി. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ആ ക്യാരക്ടർ. ഒരു ക്യാരക്ടർ, ഓക്കെ, ഈ ആ ക്യാരക്ടർ വോയിസ്ലെസ്സാ. സോ ഇത് അവൻ്റെ സൊസൈറ്റൽ സ്റ്റേറ്റസിലും ആൾ വോയിസ്ലെസ്സാ, സപ്രസ്ഡാ. പിന്നെ ഇങ്ങനെ ഫിസിക്കലിയും വോയിസ്ലെസ്സാ, ഊമയാണ്. സോ അതിൻ്റെ ഇൻസ്പിറേഷനിൽ വന്ന പടം അത്. ടോബിൽ ഏറ്റവും ഇഷ്ടമുള്ള സീൻ ഏതാ? അതിൽ ഒരു ഫൈറ്റ് വരും മോൾക്കും അച്ഛനുക്കും. ആ ഫൈറ്റ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ്. പിന്നെ ബിക്കോസ് ദർ ഇസ് നോ ഡയലോഗ് വെൻ ദേ കം ടുഗെദർ. ഐ ലവ് ദാറ്റ് സീൻ. ആണോ? കരഞ്ഞോ എന്നിട്ട്? അയ്യോ പിന്നെ ഒറിജിനലായിട്ട്? അയ്യോ പിന്നെ ആക്ടറായ ഒറിജിനലായിട്ട് കരയാനല്ലേ. ഇപ്പോൾ ക്യാരക്ടർ ഒറിജിനലായിട്ട് കരഞ്ഞെങ്കിൽ ഐ തിങ്ക് ഐ ഹാവ് നെവർ യൂസ്ഡ് ഗ്ലിസറിൻ. അടുത്തത് മലയാളികളെ ഒരുപാട് കരയിപ്പിച്ച സിനിമ ചാർലി. അയ്യോ, അത് അതിന്റെ ഐ തിങ്ക് കിരൺ രാജ് മലയാളി. അയ്യോ, കിരൺ രാജ് ഹിസ് മൈ ഗുഡ് ഫ്രണ്ട്. ആളുടെ ഒരു സ്ട്രക്ചറിനും ആളുടെ കംപ്ലീറ്റ് ഐഡിയന് ഹി വാണ്ടഡ് എ റൈറ്റർ ടു വർക്ക് വിത്ത് ഹിം. അങ്ങനെ ഞാൻ ആളുടെ കൂടെ വർക്ക് ചെയ്തു. അതിൻ്റെ ഐ ട്രബിൾഡ് ഹിം എ ലോട്ട് ബിക്കോസ് ഐ എം എ പ്രാങ്ക്സ്റ്റർ. സോ ഹീസ് എ വെരി സിമ്പിൾ മാൻ, ഹീസ് വെരി സ്വീറ്റ് മാൻ. ബട്ട് ഞാൻ അങ്ങനെയല്ല, ഞാനൊരു പ്രാങ്ക്സ്റ്ററാണ്. അപ്പോൾ എപ്പോഴും ഞാൻ ആൾക്ക് കുറച്ച് ഐ ഓൾവേസ് യൂസ് ടു ട്രബിൾ ഹിം ആൻഡ് ഐ റിമെമ്പർ ദാറ്റ് എ ലോട്ട് ആൻഡ് ഐ ലവ്ഡ് റൈറ്റിംഗ് ദാറ്റ് ഫിലിം. ഇത്തവണ നാഷണൽ അവാർഡ് കിട്ടിയായിരുന്നില്ലേ? അതെ അതെ അതെ. നാഷണൽ അവാർഡ് കിട്ടി രക്ഷിത് വിളിച്ച് എന്ത് പറഞ്ഞു? ഞാനൊന്നും ഐ ഡിഡ്ന്റ് ടെൽ എനിത്തിങ്, ബട്ട് ഐ ഫെൽറ്റ് വെരി ഹാപ്പി ടു സീ. More than Rakshit, I felt Kiran Raj when he ഒരു വീഡിയോ ഇട്ടി ഇതിൽ എന്താ ആളുടെ സോഷ്യൽ മീഡിയയിൽ. സോ his mother was watching it live and she was very happy and I became very emotional seeing that video. Kiran Raj. So I shared that video and I felt like, whenever a son makes his mom proud, I think that would be a very fantastic day. So എനിക്ക് അറിയുന്നൊരു പയ്യനുണ്ട്, കൊച്ചു പയ്യനാണ്, ഒരു 2-3 പഠിക്കുന്നത്, അദ്വൈത് എന്നാണ് പേര്. പുള്ളി തിയേറ്ററിൽ അതിലൊരു സീൻ കണ്ടിട്ട് ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ അത് ടിവിയിൽ അത് റിപ്പീറ്റ് അടിച്ച് കാണുന്നു. അയ്യോ, ഫ്ലഷ് അടിക്കുന്ന ഡോഗാണ് അതിന്റെ ഡയലോഗ് ഞാൻ എഴുതിയത്. So she comes to her and asks so potty training ആയിട്ടുണ്ടോ? അയ്യോ, ഇത് പോട്ടിക്ക് പോയിട്ട് ഫ്ലഷ് അടിക്കൂ. So I am a dog lover. എപ്പോഴും നമ്മുടെ എക്സ്പെക്ടേഷൻ വളരെ മോശം. When we expect something from pets, it shouldn't bark, it shouldn't do that, it shouldn't but we don't have time or anything. But this person wants that dog to go, no? So he will lie to any level. So that really, yeah. Whenever we actually wrote also, we were laughing about that dialogue. അടുത്തത് സുഹൃത്തുനിന്ന് ഒപ്പിയെടുത്തത് ഗരുഡ ഗമന ഋഷഭവാഹന. അതെ, എപ്പോഴും സിനിമയില് ഒരു ഗാങ്സ്റ്റർ സിനിമ പറഞ്ഞെങ്കിൽ ഇതെല്ലാം സെറ്റപ്പ് വേണം. ഒരു ബാക്ക് ലൈറ്റ്, ഒരു പഞ്ച് ഡയലോഗ്, ഒരു ഹീറോയിന്, ഇല്ലെങ്കിൽ ഈ സീൻസ് വിച്ച് ആർ ഇറോട്ടിക് ഓർ ഒരു എന്താ ഐറ്റം ഡാൻസ്, ഇങ്ങനത്തെ നമുക്ക് ഇറ്റ്സ് ബീൻ എ ഹാബിറ്റ്.
ഐ വാണ്ടഡ് ടു ഡു എ ഫിലിം വിത്തൗട്ട് ദിസ്. പിന്നെ അതിൽ സ്ട്രക്ചറും ഇല്ല, അത് എപ്പിസോഡിക്കലായിട്ട് പോവും. സോ അങ്ങനെ ആൻഡ് ഇറ്റ് ഹാസ് ഓൾ ദ സെറ്റപ്പ് ബട്ട് ഇറ്റ് ഡസൻറ്റ് ഹാവ് എ പേ ഓഫ്. ഇപ്പോൾ ശിവ പിന്നെ ഹരി എപ്പോഴും ഫ്രണ്ട് വന്നിട്ട് ദേ വോണ്ട് ഫൈറ്റ്. ആൻഡ് ദ മെയിൻ നെഗറ്റീവ് ക്യാരക്ടർ ഈസ് നോട്ട് നെഗറ്റീവ്, ബ്രഹ്മയ്യ, he doesn't even see Hari and Shiva in the film. It is actually not at all regular kind of a film. I wanted to experiment with writing as much as possible. Fortunately, it worked. അടുത്തത് സർക്കാരി പാഠശാല. സർക്കാർ ഏരിയ പ്രാഥമിക ശാലയിൽ ഞാൻ അപ്പോൾ എൻ്റെ പടം റിലീസ് ആയി, ഇത് ഒന്ന് മുട്ടയക്കത്തെ. അതിനുശേഷം എനിക്ക് ഋഷഭ് വിളിച്ചിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കം ടു ഹോം. ആൻഡ് അവിടെ പോയിട്ട് ചോറും പിന്നെ മീൻ കറിയും ഇട്ടിട്ട് ഒരു we ate well. And then he said he wanted to do a film about സർക്കാരി ഏരിയ പ്രാഥമിക ശാല. ആൻഡ് അപ്പോൾ എനിക്ക് അസിസ്റ്റൻ്റ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. എനിക്ക് ഫിലിം എങ്ങനെ വർക്ക് ചെയ്യുമോ എനിക്കറിയില്ല. ഞാൻ ഒരു ഇൻഡി ഫിലിം മേക്കറാണ്. ഋഷഭ് രക്ഷിത് അങ്ങനെയല്ല, കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഐ വോണ്ട് ടു ഇൻവെസ്റ്റ് മൈസെൽഫ് ഇൻ അനദർ ഫിലിം ആസ് എ റൈറ്റർ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് റൈറ്ററായിട്ട് ഇങ്ങനെ ഇൻവോൾവ് ചെയ്യണം. അപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ ഒരു പടമുണ്ട്, സോ ഐ ഹാവ് എ സ്ട്രക്ചർ, വി ക്യാൻ റൈറ്റ് ഇറ്റ് ടുഗെദർ. അങ്ങനെ വി വർക്ക്ഡ് ഓൺ ഇറ്റ് ടുഗെദർ ആൻഡ് ഫോർച്യുനേറ്റ്ലി ഹി വൺ എ നാഷണൽ അവാർഡ്. ഋഷഭ്. ലാസ്റ്റ് ആൻഡ് ഫൈനലി ഒന്ന് മുട്ടയക്കത്തെ ആ ഫിലിം when we were doing that film, we didn't had budget at all. We practiced for 2 months and shot for 16 days. ഒരു റൂമിന് നമുക്ക് സ്റ്റേക്ക് 14-15 people in one room, and there was one washroom, and first person needs to wake up at 3 o'clock so that the last person will be ready at 6. So it was done with lot of struggle, but at that time നമുക്ക് അങ്ങനെ തോന്നില്ല. We didn't feel that we are struggling or we are doing something hard or anything. We were loving it. But fortunately that film became a super hit, and that's the reason we are still here. കാന്താര 2 എപ്പോൾ വരും? ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഋഷഭ് ഇതിൻ്റെ റൈറ്റിങ്ങിലുണ്ട്. സോ അത് വലുത് ഇപ്പോൾ ഫിലിം 100 crore ഫിലിമായത്. കാന്താരയിൽ ഒരുപാട് രംഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ എഴുതിയിട്ടുണ്ട് അതിൽ. ആണോ? എഴുതിയിട്ടുണ്ടോ? അതെ, അതിൻ്റെ ഫസ്റ്റ് പോർഷൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പോർഷനും കുറേ ഡയലോഗ്സും എഴുതിയിട്ടുണ്ട്. ആണോ? ഏത് ഫസ്റ്റ് ഇത് സ്റ്റോറി വരുമല്ലേ, രാജാവുടെ സ്റ്റോറി വരും അതിൽ. സോ രാജാവ് പോയിട്ട് രാജാവുക്ക് ഹി ഡസൻറ്റ് ഹാവ് പീസ് അറ്റ് ഓൾ, ദെൻ ഹി ഫൈൻഡ്സ് ദ ദൈവം. സോ ആ സ്റ്റോറി ഞാൻ എഴുതിയ സ്റ്റോറിയാണ്. ലാസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടില്ല അതിന്റെ ക്ലൈമാക്സ്? അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എന്താ തെയ്യയുടെ പോർഷൻസ് എന്താ നമ്മുടെ നാട്ടിൽ അത് നേമക്കോല, അതിൻ്റെ പോർഷൻ എൻ്റെ കൾച്ചറാണ് അത്. സോ ഋഷഭയുടെ കൾച്ചർ കുറച്ചും കൂടി ഹി 90 kilometers away from this culture. സോ ഞാൻ ഇവിടെ വളർന്നു. സോ അങ്ങനെ എനിക്ക് അതിൻ്റെ സ്റ്റെപ്പും അതിൻ്റെ കൾച്ചറും അതിൻ്റെ കസ്റ്റംസും ട്രഡീഷനും എല്ലാം അറിയും. അങ്ങനെ ആൾ പിന്നെ കോസ്റ്റ്യൂംസും അങ്ങനെ എനിക്ക് ഹി കോൾഡ് മീ ആൻഡ് സെഡ് can you please execute this? And that's the reason I went to execute that. അന്ന് ഋഷഭിനെ സ്ക്രീനിൽ കണ്ടിട്ട് ഞങ്ങളൊക്കെ ഞെട്ടിയായിരുന്നു. ക്യാമറയുടെ പിന്നിൽ ഋഷഭിനെ കണ്ടിട്ട് എന്താന്ന് തോന്നിയത്? ഋഷഭ് is a very good imitator. Rishabh can pick up anything very fast. Rakshit needs time. Rakshit is much more deep when it comes to everything. So I felt very happy, but I didn't know that this film will be. ഞാൻ ഫസ്റ്റ് കട്ടും ഞാൻ കണ്ടു, അങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു ഇത്ര വലിയ സക്സസ് ആവാൻ. അങ്ങനെ അറിയാം. I mean, whenever he does something, Rishabh shows please see. So I saw that I didn't know, and even Rishabh didn't know that this will be such a big success. But fortunately. ഓക്കെ, ഋഷഭിനെയും രക്ഷിത്തിനെയും കുറിച്ചാണ് ചോദിക്കാനുള്ളത്. അതെ, മലയാളികൾ ഒരുപാട് പേര് പറയും ഷെട്ടി ഗ്യാങ്ങിനെ കുറിച്ച് സംസാരിക്കും. ശരിക്കും അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഗ്യാങ് ഇല്ല. See, the thing is, when we go to industry and when we come from same part and when we are doing films of same culture, we don't have competition at all. Who is first, who is second, who is third doesn't matter. If Rishabh need something, he will call me. അങ്ങനെ ഇപ്പോൾ സർക്കാരി ഹിരിയ പ്രാഥമിക ശാലയ്ക്ക് എൻ്റെ വിളിച്ച് ഞാൻ എഴുതി. ഞാൻ ഗരുഡഗമനത്തിൽ, സോ ഞാൻ വിളിച്ച് he acted in ഗരുഡഗമനം, and Rakshit presented that film, and for Rakshit's Charlie I wrote. സോ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് ഉണ്ട്, കൾച്ചറൽ ഒരു സിനിമ എക്സ്ചേഞ്ച് ഉണ്ട്. സോ ബിക്കോസ് വി ആർ ഓൾ writer, director, actor and producer, so we all have banners, so we always need somebody. So and these two people will always be there for me, and I will be there for these two people. Angane or gang guy, but I always ask people why other people won't come near this, or
Why don't you form your own gang? But they want to be single, they want to compete. But yeah, when we stay together, it looks like a gang. ഇതിലൊരു ഷെട്ടിയും കൂടി ഇതിന് ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. പ്രമോദ് ഷെട്ടി. പ്രമോദ് ഷെട്ടിയുടെ ഒരു പടമുണ്ട് ഇപ്പോൾ, അതിൻ്റെ ലാഫിംഗ് ബുദ്ധ. സോ ആള് ലീഡായിട്ട് ചെയ്തിട്ടുള്ള സിനിമ, അതിന്റെ പ്രൊഡ്യൂസർ ഋഷഭ് ഷെട്ടിയാണ്. ബുദ്ധ എന്നല്ല ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. എന്റെ പേര് ലൈറ്റ് ബുദ്ധ, അത് ലാഫിംഗ് ബുദ്ധ. ശരിക്കും ഈ മംഗലാപുരംകാരുടെ പ്രത്യേകത എന്താ? അവിടുത്തെ ആൾക്ക് അവിടുത്തെ കൾച്ചറുടെ ഒരു പ്രൈഡ് ഉണ്ട്. സോ ഇഫ് യു ഗോ ടു മാംഗ്ലൂരിയൻ, ഈവൻ ഇഫ് ഈസ് എ ഇസ്രോ സയന്റിസ്റ്റ്, സ്റ്റിൽ ആൾക്ക് പുലിക്കളി, ഐ മീൻ ഹി വിൽ ലൈക്ക് പുലിക്കളി, ദാറ്റ്സ് ഫോർ ഷുവർ. ആൻഡ് ഹി വിൽ കം ടു ഹിസ് ഓൺ തറവാട് ആൻഡ് പ്രേ ടു ഹിസ് ദൈവം. ഈ കൾച്ചർ ഇപ്പോൾ ഐശ്വര്യ റൈ ആയെങ്കിൽ വരും അവിടെ, ശില്പ ഷെട്ടി ആയെങ്കിൽ വരും അവിടെ, സോ ആരായെങ്കിൽ അവിടെ വരും. ഐ തിങ്ക് ദാറ്റ് കൾച്ചറൽ ലവ് ആൻഡ് അഫിനിറ്റി ഈസ് ഓൾവേസ് ദെയർ വിത്ത് മാംഗ്ലൂരിയൻസ്. ഐ തിങ്ക് അത് ആ നാട്ടിൻ്റെ പ്രത്യേകത. പൊതുവെ ഈ മംഗലാപുരം ഏരിയ ആൾക്കാർ ഭയങ്കരമായിട്ട് സിനിമയിൽ ഭയങ്കരമായിട്ട് ശോഭിക്കുന്നുണ്ട്. അതിപ്പോൾ പ്രകാശ് രാജ് ആയാലും ശരി, ശില്പ ഷെട്ടി ആയാലും ശരി, ഐശ്വര്യ ആയാലും ശരി, ഷെട്ടി ഗാങ് ആയാലും ശരി. എങ്ങനെയാ ശരിക്കും സിനിമയോടുള്ള താല്പര്യം എങ്ങനെയാ? അങ്ങനെയല്ല, ഇപ്പോൾ ഒരു ലാംഗ്വേജ് ഒരു ഫോക്ക് ഐഡൻറ്റിറ്റി ഇന്നെങ്കിൽ ആ ലാൻഡിൽ ലൈക്ക് നാച്ചുറലി ഒരു സ്റ്റോറി ടെല്ലിങ് പ്രോസസ്സ് വരും. ഇതിപ്പോൾ അവിടുത്തെ ലാൻഡിൽ ദൈവമുണ്ട്, എല്ലാ ദൈവക്കും ഓരോരോ സ്റ്റോറി ഉണ്ട്. യക്ഷഗാനമുണ്ട്, എല്ലാ യക്ഷഗാന പ്രസംഗത്തിലും ഒരു സ്റ്റോറി വരും. പിന്നെ ടൈഗർ ഡാൻസ് ഉണ്ട്. ഇങ്ങനത്തെ there are many cultural things that are there. And a kid growing in that area is always exposed to these kind of stories, this kind of. Appo anganathe kid, there is natural chance that he is going to storytelling or creative process much more stronger. Angane maybe that is the reason I think people from there are coming into cinemas easily. ഷെട്ടി ഗാങ്, രാജ്വി ഷെട്ടി, ഋഷഭ് ഷെട്ടി, രക്ഷി ഷെട്ടി. ഷെട്ടി ഗാങ്ങിൽ എത്ര മലയാളികളുണ്ട്? എൻ്റെ ഗ്രൂപ്പിൽ കുറേ മലയാളികളുണ്ട്. എൻ്റെ ഇപ്പോൾ ടോബിയുടെ ഡയറക്ടർ ബാസിൽ എൽ ചാലക്കാൽ, പിന്നെ ബിനു ബാലകൃഷ്ണ, അതെ അവിടെ ഉണ്ട്, ഇതിലുമുണ്ട്, ടോബിലുണ്ട്. ആൻഡ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ മിഥുൻ മുകുന്ദൻ, എൻ്റെ 5.1 സൗണ്ട് എഞ്ചിനീയർ അരവിന്ദ് മെനൻ, പിന്നെ സിംഗ് സിനിമയിൽ സച്ചിൻ, പിന്നെ എൻ്റെ മേക്കപ്പ് റോണക് സേവിയർ, ആള് അറിയോ ആൻഡ് എൻ്റെ ആർട്ട് ഡയറക്ടർ അർഷദ് നാക്കോത്ത്, പിന്നെ എൻ്റെ സൗണ്ട് റെക്കോർഡിസ്റ്റ് ആദർശ്. ഇങ്ങനെ എങ്ങനെ മലയാളികൾ അവിടെ എത്തുന്നു? ഇപ്പോൾ ഞാൻ ഗരുഡഗമനം തുടങ്ങുമ്പോൾ എനിക്ക് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണമായിരുന്നു. ആയെങ്കിൽ അതിൻ്റെ മേക്കപ്പ് ഇത്ര റിയലിസ്റ്റിക് ആയിട്ട് വേണം, ഇത്ര ഡീപ്പായിട്ട് വേണം, അതിൻ്റെ വൂൺസും കട്ട്സും എല്ലാം. അപ്പോൾ ഞാൻ റിസർച്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ പേര് സൗത്ത് ഇന്ത്യയിൽ നമ്പർ 1 മേക്കപ്പ്, ഐ മീൻ എനിക്ക് റോണക് സേവിയർ ദാ. So I called him, I begged him, please come. So he came, and then we worked out together so well that after that, like, he is a part of our film. So ingane, and we research like where do we get the best of best in our own price, and in our, and but still he should have time. Al time venu. So inganathe research cheyyumbol enikku aarella per kitti angane ellarum inside vannu. Most of them were Malayalis. സ്വന്തം പടത്തിലെ കാസ്റ്റിംഗ് ഒക്കെ സാറ് തന്നെയാണ് ചെയ്യുന്നത്. അതെ. എന്താ അതിന്റെ കാരണം? I think I love the process of casting and the process of cinema coming to a shape. എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു ഭാഗ്യം, when I have a dialogue and if you are acting and I'm sitting here and seeing you, I really feel I'm very lucky to see that. I don't want to leave that to anybody because it's such a precious and such a rewarding job to me. അങ്ങനെ എപ്പോഴും, even if the person doesn't have a dialogue, ആയെങ്കിലും ഞാനേ റിഹേഴ്സൽ തരൂ, ഞാനേ കാസ്റ്റിംഗ് ചെയ്യൂ. എന്നെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകളെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ. എപ്പോഴും അങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ അതിൽ നമുക്കത് ബോറടിക്കും. പിന്നെ ഇഫ് സിനിമ ബിക്കംസ് ബോറിംഗ് ടു യു, I don't have any purpose at all, because cinema is something so very precious. അത് എപ്പോഴും അതിൻ്റെ ആ ക്യൂരിയോസിറ്റി അതെല്ലാം അങ്ങനെ, it should remain like that. മലയാള സിനിമയൊക്കെ കാണാറുണ്ട്? അയ്യോ പിന്നെ. സോ വെൻ I started with Anwar Rashid സർസ് ഫിലിം ബാംഗ്ലൂർ ഡേയ്സ്, ഉസ്താദ് ഹോട്ടൽ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ ശേഷം ബാംഗ്ലൂർ ഡേയ്സ് കണ്ടു. ബാംഗ്ലൂർ ഡേയ്സ് മംഗലാപുരത്തിൽ 75 days ഓടി പടം. പിന്നെ അതിനുശേഷം പ്രേമം കണ്ടു, പിന്നെ മഹേഷൻ്റെ പ്രതികാരം, ആൻഡ് ദിലീഷ് പോത്തൻ, അൻവർ റഷീദ്, അഞ്ജലി മെനൻ, പിന്നെ റൈറ്ററിൽ ശ്യാം പുഷ്കറിൻ്റെ പുതിയ എല്ലാ വർക്ക്,
സോ ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, എല്ലാവരും അതെ. ഐ മീൻ എവറിബഡി ഇൻ ദ ഇൻഡസ്ട്രി വിൽ ബി ഫ്രണ്ട്സ്. ഒരുപാട് ആൾക്കാർ കന്നഡ സിനിമ ഇപ്പോൾ കാണുന്നുണ്ട്, അതെ. ഒരുപാട് മലയാളികൾ കാണുന്നുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും മികച്ച 10 സിനിമകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് സിനിമകളുണ്ട്. അതിലിപ്പോൾ കിരീടം ഉണ്ടാവും, വടക്കം വീരഗാഥ ഉണ്ടാവും, മഹേഷിന്റെ പ്രതികാരം ഉണ്ടാവും, അങ്ങനെ 10 സിനിമകൾ നമ്മൾ പറയും. കറക്റ്റ്. ഒരുപാട് പേര് ഈ ഷോ കാണുന്നുണ്ട്. അതെ. അവർക്കൊരു 10 മസ്റ്റായിട്ടും കണ്ട 10 കന്നഡ സിനിമ പറയാൻ പറഞ്ഞാൽ ഏതൊക്കെ പറയും? ഐ തിങ്ക് ഐ നീഡ് ടു സ്റ്റാർട്ട് ഓൾഡ്. പുട്ടണ കണകാൽ ഒരു ഡയറക്ടർ ഉണ്ട്. ആളുടെ എല്ലാ ഫിലിം it's great films. And I don't want to name films because his films, I'll tell some directors because I'm a director. പിന്നെ ശങ്കർ നാഗഡ ഫിലിംസ്, ശങ്കർ നാഗഡ directorial cinemas, we always loved it. And then I would actually, if you want to see something very crazy, please see Upendra sir's A and Upendra. ഉപേന്ദ്രയുടെ ഭയങ്കര ഫാനാണോ? Definitely yes. When we were children, so this is the film that exposed us to different kind of films. It was mad. It was very crazy. I was like, what? Who is this man? What is he doing? എല്ലാവരും ഒരു ഗ്രാമറിൽ ഇന്നു. അപ്പോൾ ആ ഗ്രാമർ എല്ലാ ഇത് നശിപ്പിച്ച് ഒരു പുതിയ ഗ്രാമർ ഉണ്ടാക്കി ഉപേന്ദ്ര. അങ്ങനെ ഒരു വളരെ റെസ്പെക്ട് ആ ഡയറക്ടർ. എന്നാണ് സിനിമയുടെ? അതെ, പടത്തിന്റെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടല്ലേ? അടുത്ത പടം. പിന്നെ ഉപേന്ദ്രാസ് ഫിലിം ഉപേന്ദ്ര. ഓക്കെ. ആൻഡ് ദെൻ ഐ തിങ്ക് ഉളിതവരു കണ്ണന്തെ ആൻഡ് കാന്താര യു ഹാവ് സീൻ. ഉളിതവരു കണ്ണന്തെ കണ്ടപ്പോഴാണോ ഡയറക്ടർ ആവണമെന്ന് തോന്നിയത്? ഇല്ല, അതിന്റെ മുമ്പ് എനിക്ക് ഡയറക്ടർ ഐ ഹാഡ് ദ ഡിസയർ. ബട്ട് വെൻ ഐ സോ ഉളിതവരു കണ്ണന്തെ എനിക്ക് ഇങ്ങനെ തോന്നി, ഓക്കെ, എനിക്ക് എൻ്റെ ലാംഗ്വേജിൽ സിനിമ ഉണ്ടാക്കാൻ ഒരു സ്പേസ് ഉണ്ട്. സോ ഐ ക്യാൻ റൈറ്റ് സ്റ്റോറീസ് അബൌട്ട് മൈ കൾച്ചർ ആൻഡ് മൈ ഫിലിം, മൈ ലാംഗ്വേജ്. അത് കോൺഫിഡൻസ് എനിക്ക് ഉളിതവരെ കണ്ടെത്തി തന്നു. അടുത്ത് ഐ മീൻ ഇപ്പോൾ 10 ഫിലിംസ് ആയി, ശങ്കർ നാഗഡ ഫിലിംസ് ആൻഡ് സിദ്ലിംഗയ്യ. ദർ ഇസ് അനദർ ഡയറക്ടർ കോൾഡ് സിദ്ലിംഗയ്യ. ആളുടെ ഭൂതയ്യന മക അയ്യു, വെരി ഓൾഡ് സിനിമ, ഭൂതയ്യന മക അയ്യു. ആൻഡ് എനിക്ക് ഡോക്ടർ രാജ്കുമാർ സാറുടെ ദ ഹിസ്റ്റോറിക്കൽ ഫിലിംസ് ആർ വെരി ബ്യൂട്ടിഫുൾ ഫോർ മീ ബിക്കോസ് ഓഫ് ദ പെർഫോമൻസ്, ഗ്രേസ് ആൻഡ് എവറിത്തിങ്. അവിടെ ഞാൻ എപ്പോഴും മയൂര, ഒരു പടത്തിൻ്റെ പേര്, പിന്നെ ഭക്തകുംബാര, പിന്നെ ഭക്തപ്രഹ്ലാദ, ബബ്രുവാഹന, ഈ 4 പടം ഐ മീൻ. പക്ഷേ ഞാൻ പറയുന്ന വിചാരിച്ചൊരു പേര് പറഞ്ഞിട്ടില്ല. Om, yeah, Om, Upendra's film. So I think Upendra, yeah, Om. Om is also when I saw Om, it was re-released. I think it's a record in Karnataka and also world. It has released more than 75 times, re-released. എപ്പോഴും അപ്പോൾ ഏത് പടം ഇല്ലെങ്കിൽ ഓം വരും. ഓം പിന്നെ ഹൗസ്ഫുൾ പോവും. ഓം എപ്പോഴും ഹൗസ്ഫുൾ പോവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ലെയർ ഒരുപാട്. അതെ, ഐ ലവ് യു, അതിന്റെ ഒരു ആറാറുണ്ട്, യു മസ്റ്റ് ലവ് മീ. ശിവണ്ണായിട്ട് ഭയങ്കര കമ്പനിയാണോ? അതെ, ഞാൻ ഇപ്പോൾ ഒരു പടം ചെയ്തിട്ടുണ്ട് 45, അതിൽ ശിവണ്ണ ഉണ്ട്. നല്ല ആളാ, വെരി ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീയിങ്, വെരി ബ്യൂട്ടിഫുൾ സോൾ. അത്ര സൂപ്പർ സ്റ്റാർ ആയെങ്കിൽ എന്താ എനർജി, എന്താ ഒരു സിംപ്ലിസിറ്റി, സൂപ്പർ ഹ്യൂമൻ ബീയിങ്. അടുത്ത Sudeep sir is the name for acting. When I saw, and he has this habit, എപ്പോഴും ഒരു നന്നായിട്ട് ഒരു ആരായെങ്കിൽ പടം ചെയ്തെങ്കിൽ he will call them home, he will compliment them, and most of the time he cooks for them. ആളെ കുക്ക് ചെയ്തിട്ട് സർവ് ചെയ്തിട്ട് he will treat you like a kid. I think he's a fantastic actor, fantastic. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഏറ്റവും കൂടുതൽ മലയാളികൾ ആരാധിക്കുന്ന കന്നഡ താരം യശ്. യശ് ഓൾസോ എൻ്റെ ഗരുഡഗമന ഋഷഭവാഹന റിലീസ് ചെയ്തിട്ട് പിന്നെ അത് OTT വന്ന ശേഷം യെസ് സർ ഫോൺ ചെയ്തിട്ട് യു ഹാവ് ഡൺ സച്ച് എ ഗുഡ് ജോബ്. ദ കോംപ്ലിമെൻറ്റ് ഒരു ആവശ്യമില്ല അങ്ങനെ, ദാറ്റ് ഷോസ് ദെയർ ഹങ്കർ ഫോർ ആർട്ട് ആൻഡ് സിനിമ. പിന്നെ ഇപ്പോൾ it's very easy for us to tell that KGF is such a big success, that this and everything, but to invest 4 to 5 years in one film, and whenever nobody knew the concept of this film becoming this big, atra invest cheyidittu aa film whatever happened, it is because of Prashant Nil. And yes sir, I think I am very thankful to them for introducing Kannada cinema everywhere. Okay, നമ്മൾ ഇന്റർവ്യൂ എൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ ചോദ്യം, എപ്പോഴും സന്തോഷമുണ്ട്, ഹാപ്പി ആയിട്ടിരിക്കുന്നതിന്റെ സീക്രട്ട് എന്താ? പിന്നെന്താണ് ലൈഫിൽ ഇതൊക്കെയല്ലേ. ഐ മീൻ ഐ തിങ്ക് വി വർക്ക് ടു മേക്ക്
ourselves happy, and that's the only purpose why we live, right? To become better, to become much more happier, to become much more simpler. കന്നഡയിൽ ഒരു ആങ്കർ നിങ്ങളോട് ചോദിച്ചെന്ന് തോന്നുന്നു, നിങ്ങൾ ഇപ്പോഴും സ്റ്റാർ ആയത് അറിഞ്ഞിട്ടില്ലേ? ആൾക്കാരുടെ ഇടയിലേക്ക് ഇങ്ങനെ ചിരിച്ച് കളിച്ചൊരു കുഞ്ഞിനെ പോലെ വരുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു കുട്ടി ഒരു ബീച്ചിയുടെ സൈഡിൽ ഒരു സാൻഡ് കാസൽ ഉണ്ടാക്കിയെങ്കിൽ അതൊക്കെ അറിയില്ല. അതിപ്പോൾ ഇഫ് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ, ഇഫ് യു റെക്കഗ്നൈസ് ഇറ്റ് ആസ് ലൈക്ക് യു നോ big artist, the kid doesn't know that. Kid was very happy, that's the reason it built a sand castle. I think I'm doing films in that way. I'm happy, that's the reason I'm doing it. Okay, if you compliment, I'm like, okay, thank you, okay, fine, done. അപ്പോൾ താങ്ക് യു. എന്തായാലും ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം. Thank you.